തിരുവിളയാടൽ പുരാണത്തിലെ അടുത്ത സുന്ദരേശ ലീലയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള വസിഷ്ഠാദി മുനിശ്രേഷ്ഠന്മാരോട് ആ സംഭവം വിവരിക്കുകയാണ്. ശിവലീല തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് നാം കഴിഞ്ഞ ദിവസം കണ്ട മലയധ്വജ രാജാവ് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. രാജാവും ഭാര്യ കാഞ്ചനമാലയും കൂടി എല്ലായ്പ്പോഴും സുന്ദരേശ സവിധത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു തങ്ങൾക്ക് ഒരു മകനുണ്ടാകണമെന്ന്. അങ്ങനെ നിരന്തരം സുന്ദരേശ പൂജ ചെയ്ത് മലയധ്വജ രാജാവും കാഞ്ചനമാലയും നിരന്തരം പ്രാർത്ഥിച്ചിട്ടും ഒരു കുട്ടി ഉണ്ടായില്ല. മലയധ്വജ രാജാവ് അനേകം അശ്വമേധങ്ങൾ നടത്തി. 100 അശ്വമേധയാഗങ്ങൾ നടത്തിയാൽ കുട്ടി ഉണ്ടാകുമെന്നാണ് ദൈവജ്ഞന്മാർ പറഞ്ഞത്. 99 യാഗം നടത്തി 100ാമത്തെ യാഗം നടത്തുമ്പോൾ ദേവേന്ദ്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഈ യാഗം നടത്തിയാൽ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടും, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് എനിക്ക് വേണ്ടി ഈ യാഗം നടത്തരുത്. അങ്ങനെ 100ാമത്തെ അശ്വമേധയാഗം മുടങ്ങി. അതിനുശേഷം രാജാവ് പുത്രകാമേഷ്ടിയാഗം നടത്തി. യാഗാന്ത്യത്തിൽ വേദജ്ഞരായ പുരോഹിതന്മാർ പറഞ്ഞു, അങ്ങ് ഈ അഗ്നിയെ നിരന്തരം പ്രാർത്ഥിക്കൂ, അഗ്നിയിൽ നിന്ന് തീർച്ചയായിട്ടും അങ്ങക്ക് ഒരു കുഞ്ഞ് ജനിക്കും. അങ്ങനെ ആ യാഗഭൂമിയിൽ വച്ചിട്ട് 3 വയസ്സുള്ള ഒരു ബാലിക യാഗാഗ്നിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ആ ബാലികയെ എടുത്തുകൊണ്ടുപോയി രാജാവും അതേപോലെ കാഞ്ചനമാലയും വളർത്തി കൊണ്ടുവന്നു. ആ വിശിഷ്ടയായ പെൺകുട്ടി വളരെയേറെ ജനശ്രദ്ധ ആകർഷിക്കുകയും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളരുകയും ചെയ്തു. അവളെ രാജാവും രാജ്ഞിയും മടിയിലിരുത്തി ലാളിക്കുകയും വേണ്ട വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുകയും ചെയ്തു. ശരിക്കും ഒരു പുത്രനെ പോലെയാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നത്. ആ കുഞ്ഞിന് വേദജ്ഞന്മാരുടെ നിർദ്ദേശപ്രകാരം തടാതക എന്ന പേർ നൽകി. തടാതക സത്യത്തിൽ മീനാക്ഷി ദേവിയുടെ പ്രതീകമാണ്. മീനാക്ഷി ദേവി തന്നെയാണ് തടാതകയായിട്ട് മലയധ്വജൻ്റെ പുത്രിയായി പിറന്ന് വീണത്. അങ്ങനെ അഗസ്ത്യമുനിയോട് വസിഷ്ഠ മഹർഷി ചോദിച്ചു, ഈ തടാതക ആരാണ്? കാഞ്ചനമാല ആരാണ്? അവരുടെയൊക്കെ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് അങ്ങ്, അല്ലയോ അഗസ്ത്യ മഹാമുനി, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അഗസ്ത്യൻ ആ കാഞ്ചനമാലയുടെയും മറ്റും പൂർവ്വജന്മത്തെക്കുറിച്ചിട്ട് മഹർഷി ശ്രേഷ്ഠന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ മഹാമുനിമാരെ, മഹാപുണ്യം നിറഞ്ഞ ആ ചരിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പണ്ട് വിശ്വാവസു എന്ന് പറഞ്ഞ ഒരു ഗന്ധർവ രാജാവിന് വിദ്യാവതി എന്നൊരു പുത്രി ഉണ്ടായിരുന്നു. അവൾ സംഗീതശാസ്ത്രാദികളെല്ലാം വളരെയേറെ കഴിവ് സമ്പാദിച്ചവളാണ്. ആ ദേവി വിദ്യാവതി എപ്പോഴും രുദ്രാക്ഷം ധരിച്ച് പാർവതി ദേവിയെ ഉന്നതമായ ഭക്തിഭാവത്തോടുകൂടി ഭജിക്കുവാൻ തുടങ്ങി. ഒരു നാൾ അവൾ പിതാവിനോട് ചോദിച്ചു, പിതാവേ, ഭൂമിയിലുള്ള ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് ഏതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാലാസ്യ ക്ഷേത്രത്തോളം മഹാത്മ്യമുള്ള മറ്റൊരു ക്ഷേത്രമില്ല.
അവൾ ഹാലാസ്യ ക്ഷേത്രത്തിൽ നിരന്തരം ചെന്ന് ഭജിക്കാൻ തുടങ്ങി. ഉത്തരായണ കാലം ആരംഭിക്കുന്ന സംക്രമണ പുണ്യകാലത്ത് തന്നെ വിദ്യാവതി ഹാലാസ്യത്തിൽ, അതായത് മധുര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അവൾ അവിടെ വസിച്ച് ദേവി പ്രീത്യാർത്ഥം വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും പൂജ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. നിരന്തരമായ പൂജകളും തപസ്സും അവൾ അവിടെ അനുഷ്ഠിച്ചു. പാർവതീദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി നിരന്തരം ധ്യാനാദികൾ നടത്തി. അങ്ങനെ അനേകം വർഷങ്ങൾ അവൾ കൊടും തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ തപസ്സിൻ്റെ പ്രത്യേകതകളെല്ലാം ഹാലാസ്യ മഹാത്മ്യത്തിൽ വിവരിക്കുന്നുണ്ട്. അവസാനം വായു മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് അവൾ പാർവതീദേവിയെ നിരന്തരം ധ്യാനിച്ചത്. അത് കഴിഞ്ഞിട്ട് ധ്യാനത്തിന് ശേഷം അവൾ ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നു. അവളുടെ ഹൃദയത്തിൽ വിരിഞ്ഞ ഒരു പ്രാർത്ഥനാ ഗീതമാണിത്. പാർവതീദേവിക്ക്, മീനാക്ഷി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയായിട്ട് ഇത് പിൽക്കാലത്ത് വികസിക്കുകയുണ്ടായി. സംസ്കൃതത്തിലാണ് ഈ പ്രാർത്ഥന എഴുതിയിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് ചാത്തുക്കുട്ടി മന്നാടിയാർ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിദ്യാവതിയുടെ പാർവതീദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആ മഹാമന്ത്രസ്തോത്രം, മഹാമന്ത്ര മഹിമ വെളിപ്പെടുത്തുന്ന സ്തുതിഗീതം നമുക്ക് നോക്കൂ. സർവലോകൈകനാഥേ സർവജ്ഞ പ്രിയേ ദേവി സർവമംഗളേ ശിവേ നിനക്ക് നമസ്കാരം. ഭക്തർക്ക് സർവാഭിഷ്ടദാനവും ചെയ്ത് നിത്യം മുക്തിയും നൽകിയിടുന്ന നിനക്ക് നമസ്കാരം. പഞ്ചകൃത്യങ്ങൾ പരമേശ്വരന് ചെയ്തിരുന്നതും ചഞ്ചലാക്ഷിയാം തവ സഹായം കൊണ്ടല്ലയോ. അതായത് ശിവന് പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്നത് ദേവിയാണ് എന്നാണ് പറയുന്നത്. ശിവൻ്റെ പഞ്ചകൃത്യങ്ങൾ നടക്കുന്നത് ദേവിയുടെ സഹായം കൊണ്ടാണ്. ദേവിയുടെ സഹായമില്ലാതെ ഈ പഞ്ചകൃത്യങ്ങൾ, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം എന്നിങ്ങനെയുള്ള ശിവൻ്റെ എല്ലാ കർത്തവ്യങ്ങളും ചെയ്യാനുള്ള ശക്തി നൽകുന്നത് പാർവതീദേവിയാണെന്നാണ് പറയുന്നത്. നോക്കൂ, സർവലോകൈകനാഥേ സർവജ്ഞേ ദേവി സർവമംഗളേ ശിവേ നിനക്ക് നമസ്കാരം. ഭക്തർക്ക് സർവാഭിഷ്ടദാനവും ചെയ്ത് നിത്യം മുക്തിയും നൽകിയിടുന്നത് നിനക്ക് നമസ്കാരം. പഞ്ചകൃത്യങ്ങൾ പരമേശ്വരൻ ചെയ്യുന്നതും ചഞ്ചലാക്ഷിയാൻ തവ സഹായം കൊണ്ടല്ലയോ. കമലാ സരസ്വതി മുഖ്യ ദേവികളെല്ലാം വിമലേ തവ തേജോഗണ ജാതകളല്ലയോ. അങ്ങനെയുള്ള മഹാസുന്ദരി ശ്രീ മീനാക്ഷി മംഗലമൂർത്തേ നിനക്ക് നമസ്കാരം. ശങ്കരൻ തവ പ്രീതിക്കല്ലയോ പ്രദോഷേഷു ശങ്ക കൂടാതെ നിത്യം നർത്തനം ചെയ്തിടുന്നു. അത്ര മഹാത്മ്യമുള്ള സുന്ദരി മഹാദേവി ത്രിലോകൈക നാഥേ നിനക്ക് നമസ്കാരം. നിന്നുടെ പാദാംബുജം തൊഴുതിയിടുന്ന ഏവർക്കും, സുന്ദരി നിന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾക്കും, ഭക്തിയോട് അകക്കാമ്പിൽ ധ്യാനം ചെയ്യുന്നവർക്കും ഭക്തിമുക്തി നൽകും നിനക്ക് നമസ്കാരം. സകല ചരാചര ജനനീ ശ്രീ മീനാക്ഷി സകലാഭിഷ്ടപ്രദേ നിനക്ക് നമസ്കാരം. കാമാന്തകാനുകൂലേ കാമിനി മണിമൗലേ ഹേമപത്മിനീകുലേ ഹേമദേവി സാന്ദ്ര സൽഗുണജാലേ സംഭൃത ഗന്ധമാമലേ ചന്ദ്രാർത്ഥചാരുഫലേ സർവലോകൈകനാഥേ സർവജ്ഞേ പ്രിയേ ദേവി സർവമംഗളേ ശിവേ നിനക്ക്
നമസ്കാരം എന്നുള്ളതാണ് ആ ദിവ്യമായ സ്തോത്രം. ഈ സ്തോത്രം കേട്ട മാത്രയിൽ തന്നെ ദേവി പ്രസാദിച്ച് അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. വിദ്യാവതി പറഞ്ഞു, ജഗദംബയെ എനിക്ക് അമ്മ തന്നെ പുത്രിയായി ജനിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ദേവിയെ തന്നെ പുത്രിയായി കിട്ടാൻ വേണ്ടി വിദ്യാവതിയുടെ പ്രാർത്ഥന ദേവി കേൾക്കുകയും അടുത്ത ജന്മത്തിൽ തീർച്ചയായിട്ടും നിൻ്റെ പുത്രിയായിട്ട് ഞാൻ ജനിക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ദേവി തടതാകയായിട്ട് ജനിക്കുക